ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് കാർഡ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിംഗ് ആണ്, നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക. ആദ്യത്തെ കാർഡായിട്ടുള്ള ക്ലെൻസിങ് വാട്ടർ എന്ന് കാണിക്കുന്ന ഒരു കാർഡാണ്. പ്യൂരിഫിക്കേഷൻ ആക്ടിവേറ്റ് വൈബ്രൻറ്റ് ലൈഫ് ഫോഴ്സ് എന്ന് കാണിക്കുന്ന ഒരു കാർഡാണ്. അതുപോലെ തന്നെ ഗേറ്റ് ഓഫ് ട്രംപ് എന്ന് കാണിക്കുന്ന ഒരു കാർഡാണ്. സക്സസ് എക്സ്പാൻഡ് ഇൻ യുവർ ലൈഫ് എന്നുള്ളതാണ്. അതായത് രണ്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡാണ്. നിങ്ങൾക്ക് ഏത് കാർഡാണോ അട്രാക്റ്റ് ചെയ്യുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ കാർഡായിട്ടുള്ള ക്ലെൻസിങ് വാട്ടർ ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് കടക്കാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയൊരു കാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യക്തി എന്ന് പറയുന്നത് ഒരു ഹാങ്ഡ് മാൻ കൈൻഡ് ഓഫ് എനർജിയിലാണ്. ഹാങ്ഡ് മാൻ കൈൻഡ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആക്ഷൻ ഇല്ലാത്ത അവസ്ഥ, ഒരു നിസ്സഹായ അവസ്ഥ, അതിനൊക്കെ കാണിക്കുന്ന ഒരു കാർഡാണ്. ഒരു കാര്യം ചെയ്യാതെ ഇങ്ങനെ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെ കാണിക്കുന്ന ഒരു കാർഡാണ്. കാരണം ഇവിടെ ഓർമ്മകളുണ്ട്, അതുപോലെ തന്നെ ഹാങ്ഡ് മാൻ ഉണ്ട്, ഇവിടെ ഒരുപാട് പാഷൻ ഉണ്ട്, അഡിക്ഷൻ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ഒരു വ്യക്തിയായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നെഗറ്റീവ് എനർജി ആയിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് വ്യക്തി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾക്കുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ഒരു സോൾമേറ്റ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ഇടയിലുള്ളതെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിചാരിക്കുകയാണ് അങ്ങനെ അവർ ഈ ഒരു ടാരറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നു എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ കാണുന്നുണ്ടാകാം, അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു കണക്ഷൻ നിങ്ങളുടെ തമ്മിൽ, ഓർമ്മകൾ തമ്മിൽ വീണ്ടും വീണ്ടും കണക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു അലൈൻമെൻറ്റിൽ ഇപ്പോൾ കൂടുതലായിട്ടും ഒരു ആക്ഷനും എടുക്കാതെ വെറുതെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എനർജിയും ഡിസ്റ്റർബ് ചെയ്യുകയാണ്, അവരുടെ എനർജിയും ഡിസ്റ്റർബ് ചെയ്യുകയാണ്. അങ്ങനെയുള്ളൊരു രീതി, വെറുതെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലോട്ട് ഒരു അഡിക്ഷൻ ഉണ്ട് ഇവിടെ. അതിൻ്റെ പേരിൽ നിങ്ങളെ വല്ലാതെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരുപാട് പാഷൻ നിങ്ങളുടെ ഇടയിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ വെറുതെ ഈ ഒരു സിറ്റുവേഷനിലൊന്നും ഇല്ലാതെ പോകുന്ന സമയത്ത്, അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മൈൻഡ് ആക്കുന്നില്ല എന്ന് കാണുമ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ഒരു തരം അഡിക്ഷൻ എന്നൊന്നും പറയാൻ വേണ്ടി, അഡിക്ഷൻ എന്ന് പറയാം, പക്ഷെ ഒരു തരം സ്വഭാവത്തിലൂടെ കടന്നു പോകുന്ന ഒരു പ്രത്യേക തരം അവസ്ഥയാണ് ഇപ്പോൾ. കാരണം വെച്ചാൽ എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഒരാളും ഇല്ലാത്ത പോലുള്ള ഒരു ഫീലിംഗ്. ചിലപ്പം ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് പേര് കൂടെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അതൊന്നും പോരാ. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള ഒരു വ്യക്തി ഇല്ലാത്തതുകൊണ്ട് അവിടെ ഈ ഒരു വ്യക്തി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഹാങ്ഡ് മാൻ എനർജിയിലേക്കാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുക, നിങ്ങളുമായിട്ടുള്ള സ്വപ്നങ്ങൾ ആലോചിക്കുക, അതുപോലെ തന്നെ നിങ്ങളെന്താ ചെയ്യുന്നുണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ പുതിയ ഹോബിയും തോന്നും. ഒരുപാട് ഓർമ്മകൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഒന്നും ചെയ്യാതെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുമായിട്ട് ചിലവഴിച്ച നിമിഷങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നോക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു വ്യക്തി ഇങ്ങനെ വെറുതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയണമല്ലോ. ദ കിങ് ഓഫ് വോൺസ്. ഓക്കെ, വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. സ്വന്തം നിലപാടാണ് ശരി എന്നുള്ള രീതിയിൽ വളരെയധികം കിങ് ഓഫ് വണ്ട് ആൻഡ് ദ ക്യൂൻ ഓഫ് വണ്ട് രണ്ടുപേരും ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്നവരാണ്. കാരണം വെച്ചാൽ രണ്ടുപേർക്കും അവർ വന്നില്ലെങ്കിൽ പിന്നെ ഞാനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എഫേർട്ട് എടുക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്നുണ്ടാകാം രണ്ടുപേരും. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ അവന് വേണ്ടാത്തൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടാത്തൊരു റിലേഷൻഷിപ്പിൽ ഞാൻ എന്തിനാണ് അല്ലെങ്കിൽ അത് വെച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിൽ ചിലപ്പോൾ പലരും പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ പോകുന്നത് പോലെ പോട്ടെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതിനായിട്ട് എന്തെങ്കിലും ഞാനായിട്ട് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ വയ്യ എന്നുള്ളതായതുകൊണ്ട് സ്മൂത്തായിട്ട് ഒരാൾ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. മറ്റുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കാര്യത്തിനും പിടിതരാതെ ഒരു അഴിച്ചിട്ട പട്ടം പോലെയാണ്. കാരണം എന്ന് വെച്ചാൽ എവിടെയൊക്കെ സന്തോഷമുണ്ട് അവിടെയൊക്കെ പോകാമെന്നുള്ള ആ ഒരു രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ കുറച്ച് പേരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട്. പക്ഷെ തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ആ ഒരു വ്യക്തിക്ക് അതൊന്നും പോരാ. നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ മിസ് ചെയ്യുകയാണ്, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത നിമിഷങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഭയങ്കര ഈഗോയാണ്, നിങ്ങൾ വിചാരിക്കുകയാണ് ആ ഒരു വ്യക്തിക്ക് ഈഗോ ആണ്. ദ കിങ് ഓഫ് വൺസ് ആൻഡ് ദ ക്യൂൻ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ടാരറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് അത്രയും നമ്മൾ പറയാം കോമ്പറ്റീഷൻ കിട്ടുന്ന പോലത്തുള്ള ഒരു കാർഡ്സാണ്. കാരണം അത്രയും രണ്ടുപേരുടെ നിലപാടുകൾ കൊണ്ട് ഉറപ്പിച്ച് നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ
ഇവിടെ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ മിസ് ചെയ്യുകയാണ് ചെയ്തത്. ആക്ഷൻ എടുക്കണം എന്നല്ല, മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. മാനിഫെസ്റ്റ് ചെയ്യുക ഓർക്കുകയാണ്, സ്വപ്നത്തിലൊക്കെ നിങ്ങൾ വരികയാണ്, പക്ഷെ ഒരു ആക്ഷൻ ഇല്ല. പകരം അവർ തേർഡ് പാർട്ടിയുടെ ആ ഒരു രീതിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ എന്താണ്, നിങ്ങൾ വെറുതെ ഓർമ്മയിലൂടെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരവസരം നിങ്ങളുമായിട്ടൊരു പുതിയൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നത്. അതായത് എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്കൊന്ന് അങ്ങോട്ട് വന്ന് മിണ്ടിക്കൂടെ എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വെരി സൂൺ എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു. അതായത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ എന്താണ് ഒരു മാനിഫെസ്റ്റേഷൻ പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു നിങ്ങളെ മാനിഫെസ്റ്റേഷനൊക്കെ വർക്കാവുന്ന രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ തന്നെ വേണമെന്നില്ല, ഏതൊരു കാര്യത്തിലാണെങ്കിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, നല്ല പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് വർക്കാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അടുത്ത കോഡിപ്പെൻഡൻസി കാർഡാണ്. അതായത് ഇവിടെ രണ്ട് പേരിൽ ഒരാൾക്ക് നല്ല രീതിയിൽ അഡിക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തി ഒന്ന് മാറി നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ അല്ലെങ്കിൽ വില മനസ്സിലാകുന്നത് എന്നുള്ള കൈൻഡ് ഓഫ് എനർജിയൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. അത് ഭയങ്കര അഡിക്ഷനായിട്ടുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാനുണ്ട് മേക്ക് ദ എഫേർട്ട് എന്നുള്ളൊരു കാർഡാണ് നമുക്ക് കിട്ടിയത്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ കാത്തു നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അത് അത്രയും മൂല്യമുണ്ടെങ്കിൽ മാത്രം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ ഇപ്പം ചിലവർ വിചാരിക്കും എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്, ഞാനാണ് തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെയുള്ളതാണെങ്കിൽ എഫേർട്ട് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ നോ കോണ്ടാക്റ്റ് ഭേദിച്ച് പോകണമെന്നൊന്നും ഞാൻ പറയില്ല. വെയിറ്റ് ചെയ്യാം, വെയിറ്റിംഗ് ആണ്, വെയിറ്റിംഗ് ഈസ് ദ സൈൻ ഓഫ് ട്രൂ ലവ് എന്നല്ലേ, അതൊക്കെ പോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഡിസിഷൻ എടുക്കാനുള്ള ഇത് നിങ്ങളുടേതാണ്. അടുത്ത് നമുക്ക് ചിൽഡ്രൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് രണ്ടുപേരിൽ ഒരാൾക്ക് നല്ല രീതിയിൽ കുട്ടികളൊക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ വളരെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മാരേജ് ചെയ്ത ഒരു വ്യക്തിയാണ്, ഈ ഒരു പേഴ്സണ് മാരേജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ കുട്ടികൾ ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് തന്നെ, കുട്ടികളുള്ളത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയെ കുട്ടികളുമായിട്ട് ഉള്ള ആ ഒരു നിമിഷങ്ങളൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒരു സന്തോഷമുള്ള ഫാമിലി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവരുടെ റീഡിങ്. ഇതിൻ്റെ സെക്കൻഡ് കാർഡ്, നിങ്ങളുടെ റീഡിങ് എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവരുടെ റീഡിംഗ് എന്ന് പറയുന്നത്, നിങ്ങൾ ചൂസ് ചെയ്തത് ദ സക്സസ് എക്സ്പാൻഡ് ഇൻ യുവർ ലൈഫ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഈ ഒരു ടൈമിലൂടെ കടന്നു പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഹേർട്ട് ബ്രേക്കിലൂടെ ഉള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ്. അതായത് ഗിൽട്ടി ഫീലിംഗ് ഉണ്ട്, ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്നല്ല വല്ലാതെ ഓർക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കാർഡ് എടുത്തവർക്ക് ഹാങ്ഡ് മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടവർ കാർഡ് ഉണ്ട്. നിങ്ങൾക്കും ഇവിടെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്കഡായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു തേർഡ് പാർട്ടി ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെയും കരിയറും അല്ലെങ്കിൽ നിങ്ങളെയോ തേർഡ് പാർട്ടിയോ ഒരേ രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതായത് ഇവിടെ ഓർമ്മകൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ ഈ ഒരു വ്യക്തി റെഡിയാണ്. അല്ലെങ്കിൽ അതിങ്ങനെ പുറപ്പെട്ട് നിൽക്കുകയാണെന്ന് കാണിക്കുന്നില്ലേ, വന്നാലോ അല്ലെങ്കിൽ അവരത് നിരസിക്കുമോ, നിങ്ങളത് നിരസിക്കുമോ എന്നുള്ളൊരു പേടിയൊക്കെ ആ ഒരു വ്യക്തിക്കുണ്ട്. ബട്ട് സ്റ്റിൽ എന്താണ്, ഈ ഒരു വ്യക്തിക്കൊരു ഹോപ്പുണ്ട്. നിങ്ങളൊരിക്കലും ആ ഒരു വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് തള്ളിപ്പറയില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കും. ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് അവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ എന്താണ്, ഒരു മിസ്സിങ് ഫീലിംഗ് ആണ്, ഹേർട്ട് ബ്രേക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. കാരണം ഇവിടെ എന്ന് പറയുന്നത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറയുന്നത് ഇവിടെ ഒരു വെയിറ്റിംഗ് സൈൻ ആ ഒരു വെയിറ്റിംഗ് സൈൻ എന്ന് പറയുന്നത് നിങ്ങൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ മെസ്സേജ് ഓർ കോൾ അല്ലെങ്കിൽ നിങ്ങളൊന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ ആഗ്രഹിക്കുക. എത്ര തന്നെ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഈ ഒരു വ്യക്തി വിചാരിച്ചു നിങ്ങളെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളെ മാറ്റി വേറൊരു സിറ്റുവേഷനിൽ പോയാൽ ഈ ഒരു വ്യക്തി വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ബെസ്റ്റായിരിക്കും ഞാനെടുത്ത തീരുമാനം എന്നുള്ളത്. പക്ഷേ ഈ ഒരു വ്യക്തി ചില സമയങ്ങളിൽ തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്. അതാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിലെടുത്ത ഏറ്റവും വേഴ്സ്റ്റായിട്ടുള്ള ഒരു മോശമായിട്ടുള്ള തീരുമാനം. കാരണം നിങ്ങളെപ്പോലുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഈ ഒരു പേഴ്സൺ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടും അത്
അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്, ഒരു അവസ്ഥയിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത്. ഒരു സിറ്റുവേഷനിലും ഒരാളെ മുന്നിലും താവരുത് എന്നുള്ള രീതിയിലൊക്കെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലോ, തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ. അപ്പം ഒരുപാട് തവണ നിങ്ങളെ വിട്ട് പോകാമെന്നൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് വ്യക്തിക്ക് ഒരു ടവർ കാർഡ് അത്രമേൽ ഇട്ടേച്ച് പോകാനുള്ള ഒരു റിലേഷൻഷിപ്പൊന്നും അല്ല. കാരണം ഇവിടെ സോൾമേറ്റ് കൈൻഡ് ഓഫ് കണക്ഷനാണുള്ളത്. ആ ഒരു കണക്ഷനും വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനും വെച്ചിട്ടാണ് ആ ഒരു വ്യക്തി മനസ്സിലാക്കാതെ പോകാൻ ശ്രമിച്ചത് എന്നുള്ള രീതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ തീരുമാനമാണ് ശരി എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ ഇരിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി വേറെ ഓപ്ഷൻ ഇല്ല. കാരണം നിങ്ങളുടെ അടുക്ക വരാമെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ ഈഗോ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, അവരുടെ ഈഗോനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നിന്നൊക്കെ ഉള്ള രീതിയിലാണ് കാണിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങളായിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ വളരെ സന്തോഷം എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വ്യക്തിയുടെ ഇൻറ്റൻഷൻ നിങ്ങളോടുള്ളത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതായത് ഒരുപാട് മിസ്സിങ് ഫീലിങ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു, അത് ഉള്ളിൽ തന്നെ നിന്നാൽ മതി, വെറുതെ ഫീലിങ്സൊക്കെ കാണിച്ച് നിങ്ങളുടെ മുന്നിൽ കോമാളിയായി പോകും എന്നുള്ള രീതിയിലൊക്കെയാണ് വ്യക്തി ചിന്തിക്കുന്നത്. കാട് കയറി ചിന്തിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു സ്ഥാനം എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്നൊരു ഹോപ്പ് തന്നെയാണ് ആ ഒരു വ്യക്തിക്ക്. അതെന്ന് പറയുന്നത് ഉള്ളിൽ തന്നെ നിന്നോട്ടെ, അല്ലെങ്കിൽ പുറത്ത് കാണിച്ചാൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഉദ്ദേശിച്ച കയ്യിൽ നിന്ന് പോകുന്നുള്ള രീതിയിലൊക്കെയാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ കുറേ ആളെ സംബന്ധിച്ച് ഇവിടെ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം സന്തോഷത്തോടെ നീങ്ങുകയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളിപ്പോഴുള്ള ലൈഫിൽ ഹാപ്പിയാണ് എന്ന് കാണുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ജലസി പോലെ ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ ഒരുപാട് ആ ഒരു വ്യക്തി സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇവിടെ ഈഗോ കാരണമാണ് ഇവിടെ ഈ ഒരു വ്യക്തി ഒരു ഡിസ്റ്റൻസ് പാലിക്കുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ബട്ട് ഫീലിങ്സൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ബട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിൽ നിന്നും പോകാനൊന്നും, അല്ലെങ്കിൽ മാറിപ്പോകാനൊന്നും വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് കിട്ടിയ ഗൈഡൻസ് പോലുള്ള കിട്ടിയ കാർഡ്സ് എന്ന് പറയുന്നത് വർത്ത് വെയിറ്റിംഗ് ഫോർ എന്നുള്ളതാണ്. ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ്. കുറേ ആളെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ വെയിറ്റ് ചെയ്യുക, നോ കോണ്ടാക്റ്റ് ഒക്കെ ആണെങ്കിൽ അത് കീപ്പ് ചെയ്യുക, ബ്രേക്ക് ചെയ്യാൻ നോക്കരുത്. അല്ലെങ്കിൽ ഡിവൈൻ ടൈമിംഗ്, അത് എല്ലാത്തിനും ഒരു കൃത്യമായിട്ടുള്ളൊരു ടൈം ഉണ്ടല്ലേ, ആ ഒരു ടൈമിന് വേണ്ടി കാത്തു നിൽക്കാനാണ് പറയുന്നത്. കുറച്ച് പേർക്ക് അത് വെരി സൂൺ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ഇടയിലുള്ള പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്ത് പുതിയൊരു പേഴ്സണായിട്ട് ചേഞ്ച് ആയിട്ട് വരും എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്രയുള്ള ടൈം എന്ന് പറയുന്നത് റിട്രീറ്റ് ഉള്ളൊരു കാർഡാണ്. ഇറ്റ്സ് ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദ വേൾഡ്. അതായത് നിങ്ങൾക്ക് എന്ത് നിന്നാണോ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നത് അതിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾ കുറച്ച് സെൽഫ് കെയർ, സെൽഫ് ലവ് എന്നുള്ള രീതിയിലേക്ക് കൊടുക്കുക. ഇത്രയും നാൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാതെ അത്രയും ആ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ അത്രയും അഡിക്ഷൻ പോലെ നിങ്ങൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്കായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻ എൻഡപ്പായി പോയി എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബട്ട് എനിക്കതല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. അതായത് ഇത്രയും ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു എന്ന് മ്യൂച്വലായിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകുന്ന ഒരു വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു പുതിയൊരു പേഴ്സൻ്റെ ഒരു കടന്നു വരവ് കാണിക്കുന്നുണ്ട്. എ ന്യൂ ലവ്, എ ന്യൂ ന്യൂ പേഴ്സൺ ഹാസ് സ്റ്റിർഡ് യുവർ റൊമാൻറ്റിക് ഫീലിംഗ് എന്നുള്ള ഒരു രീതിയിലാണ്. അതായത് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ലവ് ചെയ്ത് പോകാമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ പോകാം. നോ മാറ്റർ ഞാൻ അങ്ങനെ എല്ലാവരുടെ ലൈഫിലും വരും എന്നുള്ള രീതിയിലല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ലവ്, സെൽഫ് കെയർ ആണ് വലുതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകാം. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റേറ്റിംഗ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.